ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മള് നാട്ടിലെത്തി എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കമ്പൽസറി? നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ കമ്പൽസറി ആയിട്ട് നമ്മൾ എന്തിനിറങ്ങണം? നമ്മൾ ഒരു തെണ്ടലിന് ഇറങ്ങണം. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മേന്റെ വായിലിരിക്കുന്ന ചീത്ത കേൾക്കുന്ന ഒരൊറ്റ കാര്യമാണ്, വന്ന് കേറിയില്ല അപ്പൊ തന്നെ ഇറങ്ങിയേക്കും വണ്ടി എടുത്ത് അങ്ങോട്ടേക്കെന്ന്. പക്ഷെ ഇപ്പൊ അമ്മയില്ല. അതാണ് നമ്മൾ ബുദ്ധിപരമായി നീങ്ങി അമ്മ ഇല്ലാത്ത സമയത്ത് ചാടണം. അമ്മ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ദേ നമ്മൾ ഇപ്പൊ പോയതേ ഉള്ളൂ, ഇപ്പൊ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്ത് തോന്നിവാസം ചെയ്താലും അതിന് കൂട്ടു നിൽക്കുന്ന ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ എനിക്ക് ഇവിടെ, പാർവതി. അപ്പൊ നമ്മള് അവളെ കൂട്ടിയിട്ട് ഇവിടെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഒരു ട്രഡീഷനാണ് നമ്മൾ ഇവിടുത്തെ പാരഗണിലോ റഹ്മത്തിലോ പോയിട്ട് ബിരിയാണി കഴിക്കാന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങളെ ഞാൻ ഓർത്ത് എൻ്റെ കൂടെ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി നിങ്ങളും പോര്, നിങ്ങളും കുറച്ച് കൊതിവിട്ടിരിക്കും. ബിക്കോസ് പാരഗണിലെ ബിരിയാണി, കോഴിക്കോടിലെ പാരഗണിന്റെ ബിരിയാണി തന്നെയാണ് ഒറിജിനൽ. ഓക്കെ, വേറെ എല്ലായിടത്തും കിട്ടുന്ന പാരഗൺ ബിരിയാണി ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഞാൻ ഇവിടുത്തെ പറയും ഗൈസ്. ബിക്കോസ് പാരഗൺ ഇൻ കോഴിക്കോട് ആൻഡ് റഹ്മത്ത് ആണെങ്കിൽ പറയാം, എനിക്ക് കിട്ടിയില്ല കറക്റ്റായിട്ട്. അയ്യോ, അത്ര അടിപൊളിയാണ്. ഇപ്പം നമ്മള് 12:30 ഇറങ്ങാന്ന് പറഞ്ഞതാണ്. ഇപ്പൊ സമയം 2:30 കഴിഞ്ഞു. കൃത്യന് ഇഷ്ടമുള്ള പിള്ളേരായതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്കിപ്പോ പോയി അവളവിടെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു, അവളുടെ വീടിന്റെ മുമ്പിൽ. നമുക്ക് പോയിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തു അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ, അമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊന്നു കളയും. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഒഴിവാക്കും. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവന് കുറച്ച് കൊതിയുണ്ട്. എല്ലാവരും വണ്ടി ഇടുമ്പോൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുക. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. തുടങ്ങിയതായിരിക്കും അറിയാലോ, അതുകൊണ്ടാണല്ലോ. കുരിശൊക്കെ നീ തന്നെ ഒരു കുരിശാണ്, നീ മതി. അപ്പൊ നമ്മൾ ഇവിടെ കൂട്ടി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിനക്കൊരു ഇൻട്രോ എടുത്തായിരുന്നു. ഇല്ല, ഞാനൊരു ഇൻട്രോ എടുത്തായിരുന്നു. ഇവിടെ വന്ന എല്ലാ തോന്നിയാസം നിൽക്കുന്ന നീയാണ്. അപ്പം ആന്റി അകത്തുണ്ടോടി? തിരിച്ചു വരുമ്പോ കാണാം. അപ്പം നമ്മളിപ്പോ എവിടെയൊക്കെ പോകുന്നത്? പാരഗണില് ബിരിയാണി കഴിക്കാൻ പോകുന്നത്. നമ്മൾ റഹ്മത്തിലല്ല പോകുന്നത്, നമ്മൾ പാരഗണിലാണ് പോകുന്നത്. നോ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഹിയർ. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? എന്നിട്ട് നമുക്ക് ചിലപ്പോ വേറൊരു ഫ്രണ്ടിനെ കൂടെ കാണും, ദ്യുതിൻ. ചിലപ്പോ ദ്യുതിനെ അറിയില്ലേ? ഓക്കെ, ബാംഗ്ലൂരുള്ള ഫ്രണ്ട്. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം. അപ്പൊ ഓക്കെ, എന്നിട്ട് ഇവിടെ ഇത് തുറന്നിരിക്കും. അപ്പൊ ശരിയാന്ന്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോട്ടെ. അപ്പൊ നമ്മൾ പാരഗണിന്റെ ഒറിജിനൽ ഔട്ട്ലെറ്റ്, ഒറിജിനൽ എന്ന് പറഞ്ഞാൽ മറ്റേത് ഒറിജിനലാണ്. പാരഗണിന്റെ പാരഗൺ മാത്രമായിട്ട് ഔട്ട്ലെറ്റ് പോയപ്പോ അവിടെ മുടിഞ്ഞ തിരക്ക്, കയറാൻ പറ്റത്തില്ല ആൾക്കാർക്ക് അങ്ങോട്ടേക്ക്. അപ്പൊ ഞങ്ങൾക്ക് മടിയാണ്, വെയിറ്റ് ചെയ്യാന്ന് പറയുന്ന കാര്യം നമുക്ക് നടക്കില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ലേറ്റ് ആയിട്ടും കൂടെ അതുകൊണ്ട് ഞങ്ങൾ എംഗ്രിൽ എന്താ ഇത്ര നോക്കാനുള്ള? ബിരിയാണി അല്ലേ? എത്ര നമ്മൾ മെനു നോക്കിയാൽ അവസാനം നമ്മൾ ബിരിയാണീനെ ഓർഡർ ചെയ്യും. അതാണ് നമ്മുടെ പാരഗണിന്റെ ഹൈലൈറ്റ്. ഇപ്പം പാരഗൺ എംഗ്രിലാണ് കേട്ടോ. പാരഗണിന്റെ പ്രോപ്പർ ഔട്ട്ലെറ്റ് അല്ല, പാരഗൺ മോളിലുള്ള എന്തൊക്കെയാണ് ഞാനീ പറയുന്നത്, ഫോക്കസ് മോളിലുള്ള പാരഗണിന്റെ ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കാം. സ്റ്റാർട്ടറൊന്നും വേണ്ടല്ലോ. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടർ വേണം, ജ്യൂസ് വേണം, എല്ലാം വേണം. അതെ, വേറെ ഓർഡർ ചെയ്യുന്നേ. ബിരിയാണി ബീഫാണോ ചിക്കൻ വേണോ? ചിക്കൻ മാത്രം. 2 ചിക്കൻ ബിരിയാണി, ഹാഫ്, ഒരു പൈനാപ്പിൾ ജ്യൂസും ഒരു മാംഗോ ജ്യൂസും, അപ്പോൾ ഒരു വാട്ടർ. എത്ര സമയം എടുക്കുമായിരിക്കും? വേഗം കിട്ടും. ആ, സൗമ്യുണ്ട്. നീ ഉണ്ടാവുമ്പോ നീയല്ലേ ഓർമ്മയില്ലേ? ഫസ്റ്റത്തെ കുറെ വീഡിയോസ് നീ ആയിരുന്നില്ലേ? മിൻറ്റ്ലൈമായിരുന്നു ഇതിൻ്റെ കോമ്പിനേഷൻ. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഓർത്ത മിൻറ്റ്ലൈമായിരുന്നു കോമ്പിനേഷൻ. അവിടെ നമ്മൾ മാറ്റി ഓർഡർ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കും. ശരിയാ, എന്തൊക്കെ ചോദിച്ചല്ലോ, ഫുള്ളായല്ലേ? സമാധാനം. ഒരു ഹാഫ് ബിരിയാണി കൂടെ എടുക്കട്ടെ. അങ്ങനെ നമ്മൾ ഫൈനലി
കോഴിക്കോട് വന്നിട്ട് പാരഗണിൽ ബിരിയാണി കഴിച്ചില്ല എന്ന് വേണ്ട, പാരഗണിൽ ബിരിയാണി കഴിച്ചു. ഇവക്ക് ഫുൾ, നമുക്ക് രണ്ടരക്ക് ആദ്യം നമ്മൾ ഓർത്ത് ഫുൾ ബിരിയാണി കഴിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഓർത്ത് അഹങ്കാരം വേണ്ട. പക്ഷെ ഇവക്ക് അഹങ്കാരത്തിനൊരു കുറവില്ല. ഇവക്ക് എന്നിട്ടും ഓക്കെ ബൈ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. എന്നിട്ട് പാരഗണിലെ ഒബ്വിയസ്ലി എൻ്റെ അഭിപ്രായം പറയാനൊന്നുമില്ല, അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്ന് ബീച്ചിൻ്റെ അവിടെ വരെ പോകാൻ ഓർത്തു. പക്ഷേ എനിക്ക് വേഗം വീട്ടിൽ പോകണം. അല്ലെങ്കിൽ അറിയാലോ, പറഞ്ഞ സമയത്ത് നമ്മൾ പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പറയും ഫ്രീഡം മിസ്യൂസ് ചെയ്തെന്ന്. അപ്പോൾ നമ്മളോട് ഫ്രീഡം മിസ്യൂസ് ചെയ്യണ്ട. നമ്മൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും നമ്മൾ ഒത്തിരി ലേറ്റ് ആക്കിയിട്ട് അത്ര അങ്ങോട്ട് വെറുപ്പിക്കണ്ട. അതുകൊണ്ട് എൻ്റെ വീട്ടിലും വെറുപ്പിക്കുന്നില്ല, ഇവളുടെ വീട്ടിലും വെറുപ്പിക്കുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് തിരിച്ചു പോവാണ്. ഇന്നൊരു ദിവസം മാത്രം, ഇന്നിങ്ങനെ ഒരു പരിപാടികളുടെ മാത്രം. നാളെ പിന്നെ അഗൈൻ അമ്മയുടെ പുറത്തു വന്നില്ലെങ്കിൽ ഞാൻ ഇവളും പിന്നെ തന്നെ ഇറങ്ങും. നീ കാതല് കണ്ടിട്ടില്ലല്ലോ, ഇവൾക്ക് കാതല് കാണണമെന്ന് പറഞ്ഞു. അപ്പത്തേക്ക് കാതലല്ല, ഞാൻ സിനിമ കാതലായിരുന്നു ചേച്ചി. ഇവള് ഇതാണോ ഈ കാതല് കണ്ടിട്ടോ? ചൊറയുന്നിരിക്കുന്നത് കേട്ടിട്ട്. അപ്പൊ നമ്മള് ചിലപ്പോ നാളെ സിനിമയ്ക്കൊക്കെ പോകും. അപ്പൊ എന്തായാലും ഇന്ന് ഇതേ ഉള്ളൂ. പാരഗൺ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അതെ, ഒരു ആവശ്യമില്ലാണ്ട് 110 രൂപയുടെ വാട്ടർമെലൺ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും. ബിരിയാണി ഞങ്ങൾ പിന്നെ പറയത്തില്ല, കാരണം ബിരിയാണി ഇസ് ദ മസ്റ്റ് ഓഫ് ദി ഇന്ത്യ. അപ്പൊ ഓക്കെ, ശരി ഗൈസ്, ബൈ, ടേക്ക് കെയർ. ഇവളുടെ മുഖം ഉണ്ടാവും ഇനി ഒരു 4 ദിവസത്തേക്ക്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമല്ല കാണുന്നത്, പക്ഷെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ചാച്ച, ബൈ.